ഒരു നേരത്തെ ആഹാരം ഇവന് നീ കൊടുക്കണമെന്ന് എന്നോട് പറഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നോമ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തല്ലോ, അപ്പോൾ പിന്നെ നമ്മുടെ നോമ്പുതറ ഐറ്റംസ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്തില്ലെങ്കിൽ മോശമല്ലേ. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ദുബായിലുള്ള കൊച്ചു കേരളമായിട്ടുള്ള ഖരാമയിലേക്കാണ് ഞങ്ങളുടെ ഈ പോക്ക്. അപ്പോൾ അപ്പൂസിനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മൈതാൻ റോഡ് വഴിയാണ് പോകുന്നത്. അതാണ് ഈ ഒരു കാഴ്ചകളൊക്കെ കാണുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ, പുതിയ കാര്യങ്ങളൊക്കെ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം അപ്പൂസിനെ പിക്ക് ചെയ്യാം, ദെൻ ഖരാമ. Who gave you? Thank you പറഞ്ഞ മോൻ. നോക്കട്ടെ ഷോമി, എന്തൊക്കെ ഉണ്ട് ഇതിനകത്ത്? പിന്നെ ഡേറ്റ്സ് ഉണ്ട്, ലഡ്ഡു ഉണ്ട്. ഹായ്, അപ്പൂസ് വരുന്നുണ്ട്. അപ്പൂസിനെ പിക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞപ്പോ ഇവള് ഇതിലേ പോയ ഒരു ചേട്ടന് ഹായ് കൊടുത്തതാണ്. അപ്പൊ അവര് ബുക്ക് ചെയ്തതാണത്. ഓക്കെ, അപ്പൊ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇറങ്ങിയേക്കാണ്. നമുക്ക് പോയി നോക്കാൻ എന്തൊക്കെ വിഭവങ്ങളുണ്ട് എന്നുള്ളത്. തണുപ്പുണ്ടല്ലേ, തണുപ്പുണ്ട്. ഞങ്ങൾക്ക് ഇതന്നെ ഇട്ടിട്ട് തണുക്കണം. മോനെ ഒരുക്കണം തോന്നുന്നുണ്ട്. ആൾക്കാരൊക്കെ ഇങ്ങനെ പാർക്കിങ്ങിന് വേണ്ടി നടക്കുവാണ്. നമ്മൾ കുറേ നേരം നോക്കിയതിന് ശേഷമാണ് നമുക്കൊരു പാർക്കിംഗ് ഇവിടെ കിട്ടിയത്. പക്ഷെ എന്നാലും ആരെങ്കിലുമൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ, എപ്പോഴായാലും ഓരോരുത്തർ എടുക്കുന്നുണ്ട്. വണ്ടികളൊക്കെ പോകുന്നുണ്ട്. ഈശക്കുട്ടി ഉറങ്ങി. ഖരാമ എന്ന് പറഞ്ഞാൽ തന്നെ അല്ലെങ്കിൽ ഒരു വൈബാണ്. നമുക്ക് ഉപ്പിലിട്ട് കഴിക്കാം. ഇത് കാണുമ്പോൾ നമുക്ക് നമ്മുടെ നാടും നമ്മുടെ കുട്ടിക്കാലൊക്കെയാണല്ലോ ഓർമ്മ വരുന്നത്. ഇതൊക്കെ കാണുമ്പോൾ വായിൽ കപ്പലോടിക്കാത്തവരാരെങ്കിലും ഉണ്ടോ? കുറേ സാധനങ്ങൾ ഉപ്പിലിട്ടതുണ്ട് കേട്ടോ. നമുക്ക് കൺഫ്യൂഷനായി പോകും എന്തെടുക്കണം എന്നുള്ളത്. പിന്നെ കുറേ കഴിച്ച് നമുക്ക് വയറ്റിന് പണി വാങ്ങിച്ചു പിടിക്കണ്ട. യെസ്, പൈനാപ്പിൾ അല്ലേ? പേരയ്ക്ക, പൈനാപ്പിൾ. കഴിച്ചോ. ഉപ്പിലിട്ട ചൊവ്വാന്നല്ലേ? ഇനി അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് വേറെ സ്ഥലത്തേക്ക് പോകാം. കാരണം ഇനി വേറെ കാര്യങ്ങളൊക്കെ എന്തൊക്കെയുള്ളതെന്നുള്ളത് നമുക്ക് കാണണമല്ലോ. അതുപോലെ തന്നെ നോമ്പൊക്കെ ആയിട്ട് എന്തൊക്കെ പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഖരാമിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് നോക്കാം. ലാസ്റ്റ് ടൈം ഞങ്ങൾ നോമ്പിൻ്റെ ടൈമിൽ വന്നപ്പോൾ ഇവിടെ ഫുഡ് ഫെസ്റ്റിവൽ ആയിരുന്നു. അപ്പോൾ സ്റ്റേജ് പ്രോഗ്രാംസും അതുപോലെ തന്നെ ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സ്ട്രോബെറി ചോക്ലേറ്റ് ഒക്കെ ട്രൈ ചെയ്തിരുന്നു. ലാസ്റ്റ് വീഡിയോയിൽ, ഞങ്ങളുടെ നോമ്പിൻ്റെ വീഡിയോയിൽ അതൊക്കെ ട്രൈ ചെയ്തിരുന്നു. മലബാർ പ്ലേറ്റ് എത്തി. ഈ മലബാർ പ്ലേറ്റ് റെസ്റ്റോറൻറ്റിലാണ് 101 തരം വെറൈറ്റി ഓഫ് സ്നാക്സുകളുള്ളത്. നമ്മൾ ചെന്നപ്പോഴേക്കും ഓൾമോസ്റ്റ് ഇതേ ഫിനിഷായി തുടങ്ങി. എന്നാലും നമ്മൾ ഇതുവരെ കഴിക്കാത്ത എന്തെങ്കിലും കഴിക്കാം, ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അത് നോക്കുവാണ് എന്ത് വേണം എന്നുള്ളത്. സ്വീറ്റ് ആണോ? അത് പറഞ്ഞോ. സ്വീറ്റ് അത്
ചിക്കനിലൊന്നും സ്വീറ്റ് സോസ് അല്ലേ ഉസേ നല്ല എരിവുണ്ട് കേട്ടോ. വഞ്ചി വഞ്ചിയിലിരുന്ന് കഴിക്കാല്ലേ? നമ്മുടെ ബാക്കിൽ ഒരു യൂട്യൂബർ ഉണ്ടായിരുന്നു, അവര് പോയി. ആ പെൺകൊച്ചു വരുന്ന വിചാരിച്ചിട്ട് അപ്പൂസ് ഗ്ലാമറൊക്കെ ആയിട്ടിരുന്നതാ പറയാനായിട്ട്. അപ്പൂസിനോട് ചോദിക്കുന്നത് വിചാരിച്ചു അപ്പൂസ് സെറ്റൊക്കെ ചെയ്ത് മുടിയൊക്കെ സെറ്റ് ചെയ്ത് അപ്പൊ ഇവിടെ വന്നില്ല. അതിന്റെ നിരാശയിലാണ് അപ്പൂസ് അല്ലേ? വാട്ടർമെലൻ ഓക്കെ ഓക്കെ വാട്ടർമെലൻ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. നമ്മളിതുവരെ കഴിക്കാത്ത ഒരു ബീഫ് ലാവ എന്ന് പറയുന്ന ഒരു സാധനമാണ് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത്. ഒരു വൈറ്റ് കളർ കറിയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് നോക്കാമോ അത് വരുമ്പോൾ എങ്ങനെയുണ്ട് എന്നുള്ളത്. ഇതുവരെ കഴിച്ചിട്ടില്ല ആ ഒരു സംഭവം. പിന്നെ നമ്മുടെ ചിക്കൻ 65, നെയ്പ്പത്തൽ, അരിപ്പത്തൽ അങ്ങനെ സംഭവങ്ങളാണ്. ലാവയാണോ അത്? അയ്യോ ഇച്ചേനെ കാണാനേ പറ്റുന്നില്ല. വാ വിഷക്കൊട്ട കണ്ട പുക തന്നെ ഉണ്ടോ? ബീഫാണത്. ഫുള്ള് നല്ലോണം ഇതുണ്ട് കേട്ടോ, കശുവണ്ടി ഒക്കെ ഉണ്ട്. ലാവ ടേസ്റ്റ് ചെയ്ത് നോക്കി എങ്ങനെയുണ്ടെന്ന് പറ. നല്ലോണ്ടോ? അപ്പൊ ചോദിച്ചു നോക്കി. ഇച്ച കുട്ടിക്ക് ചോദിച്ചേ മമ്മി കറി കൊച്ചിനെ കഴിക്കാൻ പറ്റുന്നതാണോ? എങ്ങനെയുണ്ടാ? നല്ലതാ? ബീഫ് നല്ല ജ്യൂസിയാണ് അല്ലേ? ജ്യൂസിയാണ്, ക്രീമി ആൻഡ് ജ്യൂസി. ഒരു വെറൈറ്റി ടേസ്റ്റ്, ഒരു വെറൈറ്റിക്ക് നല്ലതാണ് ട്രൈ ചെയ്യാൻ. വെറൈറ്റി ടേസ്റ്റ് ഉണ്ടാകുമോ? അത് വെറൈറ്റിയാണ്. വയർ ഫുള്ളായാ? റമദാൻ തുടങ്ങിയതിൻ്റെ റമദാൻ സ്ട്രീറ്റ് ഫുഡ് ട്രൈ ചെയ്യാനായിട്ട് ഇറങ്ങിയതാണ്. ഒരു മത്സരമില്ലെങ്കിൽ എന്ത് രസം. ഇനിയിപ്പോൾ ഫുഡ് ഫെസ്റ്റിവൽ സ്റ്റാർട്ട് ചെയ്യും, അപ്പോൾ ഒന്നുകൂടി വരേണ്ടി വരും. ഫുഡ് ഫെസ്റ്റിവലും പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഇവിടെ കാണും. അതും നമുക്കൊന്ന് കാണാനായിട്ട് വരാം. അപ്പോൾ നമ്മളിന്ന് ചിക്കൻ മക്കാനിന്നല്ല കഴിച്ചത്. എന്താ പരിപാടി? നമ്മളിവിടെ കരാമയിലൊന്ന് ജസ്റ്റ് വന്നതാണ്. കരാമ എന്ന് പറയുന്നത് നമ്മുടെ ഒരു കൊച്ചു കേരളമാണെന്നാണല്ലോ അറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടാത്ത ഫുഡൊന്നും ഇല്ല. ഞങ്ങളിവിടെ നോമ്പ് തുടങ്ങിയപ്പോൾ തന്നെ ഒന്ന് ജസ്റ്റ് നമ്മൾ ഇറങ്ങിയതാണ്. ഇവിടെ എന്തൊക്കെ കിട്ടും, ഇതൊക്കെ കഴിക്കാമെന്നുള്ളത്. കുറച്ച് സംഭവങ്ങളൊക്കെ നമ്മൾ ട്രൈ ചെയ്ത് വയറൊക്കെ നിറച്ചിട്ടാണ് ഇപ്പോൾ പോകുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് ഒരു വരവ് കൂടി വരുന്നുണ്ട്. കാരണം ഇവിടെ ഫുഡ് ഫെസ്റ്റിവലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു വരവ് കൂടി നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ നെക്സ്റ്റ് ഇടാം. അപ്പോൾ ഇത്ര ഉള്ള ഈ ഒരു വീഡിയോൻ്റെ വിശേഷങ്ങൾ അപ്പോൾ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.
ബൈ ബൈ